നമസ്കാരം. നമുക്ക് അടിപൊളി ഗോവ മലേഷ്യ ട്രിപ്പ് വന്നിട്ടുണ്ട്. അതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കൊന്ന് ഒരു PPT ഷെയർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് കമ്പനി എല്ലാ വർഷവും നമുക്ക് നാഷണൽ ട്രിപ്പ് ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഈ ട്രിപ്സ് ഒക്കെയാണ് നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള നമ്മുടെ ഗ്രോത്തിനും ഒരു ടീം സെറ്റ് ആക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. ഈ സീസണിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കുറച്ച് കാലത്തേക്ക് നന്നായി സുഖമായിട്ട് ഒരു പാസീവ് ഇൻകമത്തിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചൊരു ഹാർഡ് വർക്കും കുറച്ചൊരു ഡെഡിക്കേഷൻ കൂടി ഉണ്ട് വെച്ചാല് കൺസിസ്റ്റൻസി, അതാണ് മെയിൻ ഫാക്ടർ. അതിന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യാനും നമുക്ക് നന്നായിട്ടൊരു ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു നമുക്കുള്ളൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് മാക്സിമം ആൾക്കാർക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? മിഷൻ 20,000 ഡയറക്ടേഴ്സ് സിമൽ മോദി സാറിന്റെ ലേറ്റ് ഫാദറിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു 20,000 ഡയറക്ടേഴ്സിന് ഒരു മിഷനാണ്. അതിന്റെ പാർട്ടായിട്ടാണ് ഗോവയും പിന്നെ മലേഷ്യ ട്രിപ്പ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഗോവ ട്രിപ്പ് നോക്കാം. ഓക്കെ, ലീഡർഷിപ്പ് സെമിനാർ ഗോവ 2026 2 nights and 3 days. ഗോവയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ പീരീഡ് ഓഗസ്റ്റ് ടു മാർച്ച് ആണ്. അപ്പൊ ഈ 8 months ഉണ്ട്. അതിൽ നമുക്ക് എനി 5 months ക്വാളിഫൈ ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നില്ല. നമുക്ക് എങ്ങനെയും ടോട്ടൽ ആയിട്ട് 5 months ക്വാളിഫൈ ചെയ്താൽ മതിയോ. ബേസ് മന്ത് പാറ്റ് പേഡസ്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കണം? ജൂൺ മന്ത് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ജൂൺ മന്തിൽ നമ്മൾ എന്ത് ടൈറ്റിലാണ് നമ്മളുള്ളത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതിനേക്കാളും ഒരു ടൈറ്റിൽ ഒരു ലെവൽ ജമ്പ് ചെയ്യണം. അതാണ് ക്രൈറ്റീരിയ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ നവംബർ ജോയിനീസ് വരെ നമുക്ക് ഈ ഒരു റേസിലേക്ക് പങ്കെടുക്കാൻ പറ്റും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇനി നമുക്ക് ഒക്ടോബർ നവംബറിലും ഒക്കെ വരുന്ന ന്യൂ ജോയിനേഴ്സ് നമുക്ക് ഈ മന്തിലും ആൾക്കാർക്ക് നമുക്ക് ഇത് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ പീരീഡ്. സിമ്പിൾ ആണ്. സാധാരണ എല്ലാ പ്രാവശ്യത്തിലുള്ള പോലെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നല്ല ക്രൈറ്റീരിയ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് അറിയാലോ, ബേസ് മന്ത് ജൂൺ എടുത്ത് നമ്മള്. അപ്പോ 6% ആൻഡ് ബിലോ ഉള്ള ആൾക്കാര് മിനിമം അവർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തിട്ടാണ് ഈ റേസിൽ പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വെച്ചാല്. ആൻഡ് അവരെ PGPV അതായത് സ്പോൺസർ നെറ്റ്വർക്കിൽ നിന്ന് 1250 PGP വേണം. സാധാരണ നമുക്കറിയാലോ ഡയറക്ടർ വേണ്ടിട്ട് നമുക്ക് 1100 വേണ്ടത്. അതിനേക്കാളും 1250 ആയി. അത് സ്പോൺസർ നെറ്റ്വർക്കിനായിരിക്കണം. അത് 5 months മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അത് കണ്ടിന്യൂസ് ആവുന്നില്ല, ബ്രേക്ക് ആയാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് NQDs ഡയറക്ടർ. നമ്മുടെ ജൂണിലെ NQD ഡയറക്ടർ ആയിരുന്ന ആൾക്കാര് അവര് മിനിമം SD ഡയറക്ടർ ആവണം. അവരുടെ PGPV ആണ് 1000 സ്പോൺസർ നെറ്റ്വർക്കിൽ നിന്നാണ്. പിന്നെ SG ആയിരുന്ന ആൾക്കാര് ED ക്വാളിഫൈ ചെയ്യണം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണം. 700 ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. ED SCD ജമ്പ് ചെയ്യണം 400. SCD PD ആവണം 200 ആണ് ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. ഇനി PD പ്ലാറ്റോ ഡയറക്ടേഴ്സിന് അവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് അവർക്ക് ടൈറ്റിൽ ഗ്രോത്ത് 3 months മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 months. അത് എങ്ങനെ വേണമെങ്കിൽ ഏത് മാസം വേണമെങ്കിൽ ആവാം, കുഴപ്പമില്ല കേട്ടോ. ഈ പീരീഡിൽ ഏത് മന്ത് വേണമെങ്കിൽ ആവാം. അപ്പൊ ടോട്ടൽ 5 months 3 months അവർക്ക് ഗ്രോ ചെയ്യണം, 2 months മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി RD മുന്നിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവർക്ക് 2 months ആണ് ഗ്രോ ചെയ്യേണ്ടത്, 3 months മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടുപേരുടെയും PGPV 200 ഈച്ച് ആണ് കേട്ടോ. അത് നമ്മൾ ഓർക്കേണ്ട മെയിൻ കാര്യം എന്താ വെച്ചാല് ഇതാണ്, സ്പോൺസർ നെറ്റ്വർക്കിനായിരിക്കണം ഈ PGPV ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോവ പാർട്ടിസിപ്പൻസിന് പേ ആൻഡ് ഗോ ഓപ്ഷൻ ഉണ്ട്. എവിടേക്ക്? മലേഷ്യക്ക്. സാധാരണ ഇന്റർനാഷണൽ ട്രിപ്പ് കുറച്ചുകൂടി വലിയ വലിയ ക്രൈറ്റീരിയ വെക്കുന്നത്. ഈ പ്രാവശ്യം ഇന്റർനാഷണൽ ട്രിപ്പ് ഭയങ്കര സിമ്പിൾ ആയിട്ട് കമ്പനി വെച്ചിരിക്കുന്നത്. 3 nights and 4 days കോലലംപൂർ ആൻഡ് ജെന്റിങ് ഹൈലൻഡ്സ്. ഇതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡ് ആണ്. അത് നമുക്ക് ഇത് കണ്ടെല്ലാം അറിയാം. പോയി വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേട്ടാൽ നമുക്ക് അറിയാം എന്തായിരിക്കും അവിടുത്തെ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അത്രയധികം ഒരു എന്താ പറയാ, ഹെവൻ ഓൺ എർത്ത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പേ ആൻഡ് ഗോ ഓപ്ഷൻ ഇസ് അവൈലബിൾ ടു ഓൾ അഡ്വൈസേഴ്സ്. നമുക്ക് ട്രാവൽ ഫണ്ടിൽ എല്ലാവർക്കും പേ ആൻഡ് ഗോ ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇതിന്റെ കോസ്റ്റ് 89,500 ആണ്. പക്ഷെ ഗോവ പാർട്ടിസിപ്പൻസിന്
നമുക്ക് ഇത് പോകാനായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട്. എങ്ങനെയാ പോകേണ്ടത്? നമ്മൾ SG ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 65,000 കൊടുത്തിട്ട് മലേഷ്യ പോവാം. നമുക്ക് ഓപ്ഷൻ ആണ് ഗോവ ഓർ മലേഷ്യ. ഗോവ എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓരോ ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് മലേഷ്യ വേണമെങ്കിൽ പോവാം. എങ്ങനെയാണ് 65,000 SD വരെയുള്ള ആൾക്കാർക്ക്. ED ആൻഡ് എബവ്, അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് എബവ് ഉള്ള ആൾക്കാർക്ക് 25,000 കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുക ചെല്ലാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് 25,000 നമുക്ക് ഗോവയും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് 25,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോവയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പേ ആൻഡ് ഗോ ഓപ്ഷനിൽ നമുക്ക് മലേഷ്യ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കാണ്ട് മാക്സിമം ആൾക്കാർ നമ്മളും ഇതിലേക്ക് പോകുന്ന ഉറപ്പ് വരുത്താം. പ്ലസ് നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യാം. ഈ ഒരു ട്രിപ്പ്, എപ്പോഴും ട്രിപ്സ് ആയിരിക്കും നമ്മുടെ ഗ്രോത്തിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. ഈ ഒരു 20,000 മിഷനിൽ നമുക്കും ഇൻക്ലൂഡ് ആവാം. ഓക്കെ, താങ്ക് യു.